നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് വിവാദ പ്രസംഗം നടത്തുകയും പിന്നീട് അതിൽ ക്ഷമാപണം പറയുന്നുവെന്നും നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അതങ്ങനെ നടത്തുന്നവർ പലപ്പോഴും അതിൽ പിന്നെ ആ വിവാദം അത്തരത്തിലുള്ള വിവാദം ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതൊരു ലൈസൻസ് ആക്കിയെടുത്ത ഒരേ ഒരു നേതാവ് എനിക്ക് തോന്നുന്നു എം മണി മാത്രമായിരിക്കും. മണി ആശാൻ എന്നാണ് വിളിക്കുന്നത്. അതെ ആശാന്മാർക്കാകാം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതെ മണിയാ മണിയാശാൻ്റെ താക്കീത് ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. പഴയ 1, 2, 3, 4ൻ്റെ ബാക്കിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാർട്ടിക്കാർ ചെയ്യേണ്ടത് അടിച്ചാൽ തിരിച്ചടിക്കണം, അതല്ല അത് തിരിച്ചടിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. തിരിച്ചടിക്കാതിരുന്ന നമ്മളെ മോശക്കാരായി പോകുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹം ഒരു MLA ആണ്. അങ്ങനെ ഒരാൾ പറയുകയാണ് ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് 2012 തൊട്ടുള്ള വിവാദ പ്രസംഗം, മണക്കട്ട പ്രസംഗം. അതിനുശേഷം എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തി. എല്ലാം അത് ഓരോന്ന് ആവർത്തിക്കുമ്പോൾ ഇത് കേസാകുന്നു, വിവാദമാകുന്നു. അതൊന്നും ഒരു യാതൊരു കുലുക്കവും മാത്രമല്ല അദ്ദേഹം നടത്തിയതിൽ ചിലതിൽ വളരെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ പോളിടെക്നിക്കിൻ്റെ ഒരു അധ്യാപകരായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അശ്ലീലമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ നമ്മുടെ നാട്ടിലെ അല്ലാത്തവരാരെങ്കിലും ആണെങ്കിൽ ഇത്തരം പ്രസ്ഥാനം നടത്തി ബഹളം വയ്ക്കാൻ ഇറങ്ങുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ CPM-ൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ നേതാക്കളാരെ അത് വഴി കണ്ടില്ല. അപ്പോൾ ആശാനത് ആകാം, കുഴപ്പമില്ല, ആശാനല്ലേ അങ്ങനെ ഒരാൾ പറയും. ചില ആൾക്ക് നമ്മൾ അങ്ങനെ ചില സ്വാതന്ത്ര്യം കൊടുക്കും. കുഴപ്പമില്ല, അദ്ദേഹമല്ല കുഴപ്പമില്ല, അങ്ങനെ പുള്ളി പലതും പറയും എന്ന രീതിയിലേക്ക്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു EK നായനാർ പലപ്പോഴും. പക്ഷെ അദ്ദേഹം സഭ്യതയോട്ട് പറയില്ലായിരുന്നു. അദ്ദേഹം വളരെ രസകരമായ ചില കാര്യങ്ങൾ പറയുമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം പിടിവിട്ട് അങ്ങ് പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ നായനാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് നായനാർ നിഷ്കളങ്കനാണെന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ കേരള ജനത എപ്പോഴും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, നായനാരല്ലേ, അങ്ങനെ പലതും പറയും, അങ്ങനെ പോട്ടെ. പക്ഷേ ഒരിക്കൽ MLA ആയിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ഡോക്ടർ MA കുട്ടപ്പനെ കുറിച്ച് അദ്ദേഹം ഒരു ജാതീയ പരാമർശം നടത്തി. ആ പരാമർശം ഞാൻ ഇവിടെ പറയുന്നില്ല, കേസായ അവസാനം അത്. പക്ഷേ അതിന് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹം പർട്ടിക്കുലർ ജാതി പറഞ്ഞ് കളിയാക്കിയില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഡോക്ടർ കുട്ടപ്പൻ ഉൾപ്പെടുന്ന ആ സമൂഹത്തെ മൊത്തത്തിലാണ് അദ്ദേഹം കളിയാക്കുന്ന രീതി പറഞ്ഞത്. പേരെടുത്ത് ഇന്ന ജാതിപ്പെട്ട ആളാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോളിൽ പിടിച്ചാണ് അന്ന് നയിക്കുന്നതിനെ രക്ഷപ്പെട്ടത്. ഇതൊരു പക്ഷേ എം മണിക്ക് പകരം BJP-യിലെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത് നമ്മൾ നേരത്തെ അറിയാമല്ലോ. എന്തിനേറെ പറഞ്ഞു, R ബാലകൃഷ്ണപിള്ളയുടെ കാര്യം നമുക്കെടുക്കാം. R ബാലകൃഷ്ണപിള്ള അദ്ദേഹം എന്താണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നാണ് ഇപ്പോഴും അതിനെ പറയുന്നത്. അദ്ദേഹം ഒരു പഞ്ചാബ് മോഡൽ പ്രസംഗം അല്ല നടത്തിയത്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കരുതിയിരിക്കണം അദ്ദേഹം എന്തോ തീവ്രവാദത്തിന് ആഹ്വാനം ചെയ്തതെന്നാണ്. അന്ന് സംഭവിച്ചത്, അന്ന് എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിലാണെന്ന് നടന്ന സമ്മേളനത്തിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് നമുക്ക് കേരളത്തിലേക്ക് തരാമെന്ന് ഏറ്റിരുന്ന റെയിൽവേ കോച്ച് ഫാക്ടറി പാലക്കാട് ഒലോക്കോട്ടോ മറ്റുമാണ് അതിൻ്റെ കേന്ദ്രം ഉറപ്പ് വന്നിരുന്നു. പക്ഷേ പഞ്ചാബിൽ ഈ പ്രശ്നം, അന്ന് തീവ്രവാദി പ്രശ്നം, ഖാലിസ്ഥാൻ പ്രശ്നമൊക്കെ മൂത്തിങ്ങനെ വന്ന സമയത്ത് ഇതങ്ങ് പഞ്ചാബിൽ വിട്ടുകൊടുത്തു, നമുക്കില്ല. അപ്പോൾ ബാലകൃഷ്ണപിള്ള പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ്, അപ്പോൾ അവിടെ തീവ്രവാദം നടത്തുന്നതുകൊണ്ട് അവർക്കിതെല്ലാം വിട്ടുകൊടുത്തു, അപ്പോൾ നമ്മളത് നടത്താത്തത് കൊണ്ടാണോ നമുക്കൊന്നും തരാത്തതെന്നാണ് ചോദിച്ചത്. അല്ല നമ്മളിറങ്ങി നാളെ ആയുധത്തോടെ തീവ്രവാദത്തിന് പോകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം കുടുങ്ങി. മന്ത്രിസ്ഥാന രാജിവെക്കേണ്ടത് അദ്ദേഹത്തിന്. അതിൻ്റെ കേസ് വന്നു, ആകെ പ്രശ്നത്തിലായി. പലപ്പോഴും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, പക്ഷേ R ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ട് അദ്ദേഹം നന്നായി പ്രസംഗിക്കുന്ന ഒരാളാണ്. അത് നന്നായി മറ്റൊരു വിവാദ പ്രസംഗം, അതായത് ഉച്ചഭാഷണികളിൽ, അതായത് മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണികളിലൂടെ അതിനെ സംബന്ധിച്ച് എന്തോ ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം പക്ഷേ അതിൽ ക്ഷമാപണം നടത്തുകയായിരുന്നു. R ബാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ആളാണ്. ഈ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രശ്നമേ തോന്നിയിട്ടുള്ളത്, ഈ ജനങ്ങളെ കാണുമ്പോഴേക്കും അവർക്ക് ആവേശം കയറും. അപ്പോൾ ചിലപ്പോൾ അവർ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ജനം കൈയടിക്കും. അപ്പോൾ കൈയടി കിട്ടി തുടങ്ങുമ്പോൾ പിന്നെ ഇനിയും 2 കൈയടിയും കൂടി ഇരുന്നോട്ടെ എന്ന് കരുതി പലപ്പോഴും ഈ കയറി പറയുന്നതാണ് ഈ അബദ്ധത്തിലെത്തുന്നത്. M മണിയുടെ അന്നത്തെ നമ്മുടെ ഈ 1, 2, 3, 4 എന്നുള്ള പരാമർശവും നമ്മളെ ഇടുക്കിയിലുള്ള നമ്മുടെ പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മണിയാശ ഇത്തരത്തിലുള്ള പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് നേരത്തെ. പക്ഷേ കഷ്ടകാലത്തിൻ്റെ ഒരു നാട്ടുമ്പുറത്തായിട്ട് അവിടുത്തെ പ്രാദേശിക കേബിൾ TV കാരൻ കണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. അതല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഇവരെ 2012 ഈ ഒരു സംഭവം നടന്നത്, പ്രസംഗം നടന്നത്. അതിനു മുമ്പ് മണിയാശൻ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല അതിനു മുമ്പ് അതിന് ശേഷമൊക്കെ അത് ഇത്തരത്തിലുള്ള പല പ്രസംഗം നടത്തിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. ഈ സ്ത്രീകളെ കുറിച്ച് നടത്തിയ പരാമർശത്തിന് അതിന് വലിയ കേസെടുത്തു എന്ന് തോന്നുന്നു. സ്ത്രീകളെ കുറിച്ച്, അതുപോലെ ബാർബർമാരെ കുറിച്ച്, പെമ്പിളവരുമേ, വളരെ മോശമായ ഭാഷ, ഇതെല്ലാം ഉപയോഗിച്ചത് അശ്ലീലപരമായ ഭാഷയാണ്, സ്ത്രീവിരുദ്ധ ഭാഷയാണ്. പക്ഷേ നമുക്ക് ഈ CPM-നെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളെന്താ പറയുന്നത്, വായ്മൊഴി മുഴക്കം, വരവഴി മുഴക്കം എന്ന് നമ്മൾ പറയുമല്ലോ, വഴക്കം എന്ന് പറയും. അത് ഒരാളുടെ രീതിയാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്, അനുവദിച്ചോട്ടെ എന്ന് പറയും.
പക്ഷേ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ്. അവരൊരിക്കലും അങ്ങനെ പ്രസംഗിക്കരുത്. കാരണം മണിയാശാൻ നല്ല പ്രായമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനാണ് ആവേശം കയറി ഇതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ഷമിക്കാം. പക്ഷേ ഇത്രയും സീനിയറായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ദീർഘകാലം CPM ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ് മണിയാശാൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും അടിച്ചിട്ടുണ്ട്, ഇന്ന് അടിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊരു ഹീറോയിസം ആണ് എന്നുള്ള മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന തരത്തിലേക്കല്ലേ? പിന്നെ സംശയമുണ്ടോ കാര്യത്തിൽ? ഞാനൊരാളെ തല്ലി എന്ന് വിളിച്ച് പറയുന്നത് അതൊരു സുഖമുള്ള പക്ഷെ കാര്യമല്ല. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുക എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ആണ് പൊതുവെ അതിൽ നിന്ന് വിളിച്ച് പറയാണ്. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ നമ്മളെ മാതൃകയാക്കേണ്ടവരാണ്. അങ്ങനെ ഒരാൾ പറയാം നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാലേ നമ്മളെപ്പോഴും ഓർക്കുക നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകൾ. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യ സമരം ചെയ്തപ്പം പോലും നമ്മൾ അന്തസ്സായിട്ട് നമ്മൾ സമാധാന അഹിംസയിൽ അധിഷ്ഠിത സമരമാണ് നമ്മൾ നടത്തിയത്. എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ നമ്മുടെ ഈ അഹിംസയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും ഒരു കാര്യം പ്രശ്നം പരിഹരിക്കാൻ. ഇറങ്ങി അടിക്കാൻ നിന്നാൽ അതിന് സമയം കാണുള്ളൂ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിച്ചാൽ വീണ്ടും അടിക്കും. അത് ഉറപ്പാണ്. കാര്യം കാലം മാറിയിരിക്കുന്നു. ഇവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ കാലത്തിൻ്റെ മാറ്റം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു നിങ്ങളെ തലമുറ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷമുള്ള തലമുറയെ കണ്ടത് ഇതൊന്നും അവർ മൈൻഡ് പോലും ചെയ്യില്ല. മനസ്സിലായില്ലേ? ആ തലമുറയിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഈ അരാഷ്ട്രീയവാദികളായി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ നേതാക്കന്മാർ വായത്തോന്നി വിളിച്ചു പറയുന്നതാണ് പലപ്പോഴും. മാത്രമല്ല ഇതിപ്പം നമ്മളിപ്പോൾ ഇത് വിമർശനമായിട്ട് ഇതിനെ കാണുമ്പോഴും ഇത് ഹീറോയിസ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗം ഉണ്ടാവും. നമ്മൾ ഇവിടെ ഇറങ്ങുന്ന ചില സിനിമകൾ മനുഷ്യനെ അങ്ങേറ്റം തലയിരിഞ്ഞ സിനിമ എടുത്താൽ ചില സിനിമകൾ ഭയങ്കര ഹിറ്റാവും. അവർ നടത്തുന്ന ആഹ്വാനങ്ങൾ അതിന് സംഭവിക്കുന്ന മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കും. ഈ മാർഗത്തിൽ കൂടെ നമുക്ക് പോകാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തലമുറ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രശ്നം അവർക്ക് പലപ്പോഴും വായനയുടെ കുറവൊക്കെ ആയിരിക്കും. അവർ പുസ്തകം വായിക്കില്ല. ഇതൊക്കെ ഇതാണ് ലോകം എന്ന് ധരിക്കും. മണിയാശാനെ പോലെയുള്ള നേതാക്കന്മാർ അങ്ങനെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യും. ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാംബശിവൻ്റെ കഥാപ്രസംഗം നമ്മൾ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കും. അത് വളരെ രസകരമാണ്. അത് അശ്ലീലം പറയുന്നില്ല. കുറച്ച് രാഷ്ട്രീയം പറയും. CPM വരുന്നതുകൊണ്ട് രാഷ്ട്രീയം പറയും. പക്ഷേ എങ്കിൽ പോലും നമുക്കത് കേട്ടിരിക്കാൻ രസമാണ്. അപ്പോൾ എപ്പോഴും ഈ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആളെ കൈയടിക്കുകയും ചിരിക്കുകയും ബഹളമൊക്കെ ചെയ്യുന്ന നമ്മളൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതുപോലെ മണിയാശാൻ്റെ പ്രസംഗം ഉള്ളപ്പോഴും ആൾ വിചാരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയും എന്നുള്ള എല്ലാവരും കരുതിയിരിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരനായി പോകുമെന്ന് മണിയാശാനും കാണുമായിരിക്കും. അതിൽ മണിയാശാൻ ഒരുപക്ഷെ പറഞ്ഞു വെക്കുന്ന ഒരു സൂചന അടിയും അതായത് ഇത്തരമുള്ള അക്രമം സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് CPM വളരുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന കൂടിയാണ്. എങ്ങനെ നമ്മൾ വളരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ പിന്നെ നമ്മൾ ഒന്നും ഇല്ലാതായി പോകുന്നതാണ്. മാത്രമല്ല നമ്മൾ മറ്റുള്ളവനെ തിരിച്ചടിക്കുമ്പോൾ നാട്ടുകാർ നല്ലത് പറഞ്ഞതൊക്കെ പറയും. എനിക്ക് അതിന് അർത്ഥം മനസ്സിലാവുന്നില്ല. ഇപ്പം ജസ്റ്റിന് എന്നെ തല്ലാൻ വന്നാൽ ഞാൻ തിരിച്ച് ജസ്റ്റിനെ തല്ലിയ നാട്ടുകാർ ശരി ഇവിടെയൊക്കെ തന്നെ നീ തിരിച്ചടിച്ചു എന്ന് പറയണമെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചു. നമ്മൾ രണ്ടുപേരും പോയി തല്ലാൻ നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റി അവരെ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളണമെന്ന് പറയുന്നതിന് പകരം അടിച്ച് ശരിയാണെന്ന രീതിയിൽ നാട്ടുകാർ ചിന്തിക്കേണ്ട രീതിയിൽ അടി കൊടുക്കണമെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു മന്ത്രിയൊക്കെയായിരുന്ന ആളാണ്. തരക്കേടില്ലാത്ത മന്ത്രിയായിരുന്നു കേട്ടോ. മണിയാശാൻ ആദ്യമായിട്ടാണ് MLA ആയതെങ്കിൽ പോലും വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ കുഴപ്പമില്ലാതെ കൊണ്ടൊരാളാണ്. പക്ഷേ ഈ സംസാരിക്കുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പം ഇവർ പറയുമ്പം കൈയടിക്കണം എന്നൊരാഗ്രഹം കാണുമായിരിക്കും. അപ്പം ഇനി സ്റ്റോക്കില്ല. കാര്യം ഈ സർക്കാരിൻ്റെ പോസിറ്റീവായ കാര്യങ്ങളൊന്നും പറയാനില്ല കയ്യിൽ. അപ്പോൾ അങ്ങനെ കൈ കിട്ടാൻ വഴിയില്ലാത്തപ്പോൾ പിന്നെ ചെയ്യേണ്ടത് അടുത്തതാണ്. നമ്മൾ തിരിച്ചടിക്കും, അങ്ങനെ ഇങ്ങനെയും ശരിയായി കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുന്ന പല നേതാക്കന്മാരും പണ്ട് കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ പലരും ഇന്നില്ല കേരള രാഷ്ട്രീയത്തിൽ. പിന്നെ സജീവമാകാതെ പോയ എത്രയോ പേരുണ്ട് ഇതേ ഭാഷയെ സംസാരിക്കുന്നവർ. വളരെ മോശം ഭാഷയിൽ വായത്തോന്നി വിളിച്ച് പറയാ, സ്റ്റേജിൽ കയറുന്നുണ്ട്, പ്രസംഗിക്കുക, വെല്ലുവിളിക്കുക. ഇതൊന്നും ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല. അത് നല്ല മാതൃകയല്ല അതൊന്നും ഒരിക്കലും. നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു പ്രതിനിധിയാണ്. നമ്മൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടത്. മുൻ മന്ത്രിയൊക്കെയാണ്, നിലവിൽ MLA ആണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. ഞങ്ങൾ ഒരാൾ ഫലത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് തന്നെയാണിത്. തീർച്ചയായും ഇത് ആരെങ്കിലും ഇന്ന് കോടതി പോകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പരാതി കൊടുക്കും. അങ്ങനെ കൊടുത്ത് പോയി കഴിഞ്ഞാലും എന്തുവരെ പോകുന്നുള്ളതിൽ ഏതൊരു സാധാരണക്കാരനും ഇപ്പം ചിന്തിക്കാൻ അദ്ദേഹത്തിന് 1, 2, 3, 4 പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാം ഇതുപോലെയൊക്കെ അങ്ങ് പോകും. പിന്നെ പ്രതിപക്ഷം ശക്തമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് പോകും. ഇനി ആളെ മണിയാശാൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ അപ്പോഴത്തെ ഒരു ഇന്നങ്ങ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അതങ്ങ് തീരുകയും ചെയ്യും. അതുപോലെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നത് ഇപ്പോൾ K. സുരേന്ദ്രൻ നിരന്തരം മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങ് വന്ന് നിങ്ങൾക്ക് തല്ലും, നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഇവരൊക്കെ ഏത് ലോകത്തെ കാലം മാറിയത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇവരുടെ എല്ലാ ഈ ഒരു കൊലവിളി പ്രസംഗങ്ങളും മുന്നറിയിപ്പുകളും ഭീഷണിയും ഇത്തരത്തിലുള്ള വെല്ലുവിളി പ്രസംഗങ്ങളും ഒക്കെ തന്നെ. ഇതൊന്നും കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ഭൂഷണമല്ല. ഇതാരും അംഗീകരിക്കാനും പോകുന്നില്ല. പുതിയ തലമുറ, നിങ്ങളുടെ തലമുറ പ്രത്യേകിച്ച്
അവരൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് വല്ല വിദേശ രാജ്യത്തും പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണങ്ങളിലൊന്നും ഇതൊക്കെ തന്നെയായിരിക്കും. ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള വെറുതെ വീരസ്യം പറയുന്ന നേതാക്കന്മാരെ കൊണ്ട് അവർക്കും മടുത്തു കഴിയും.